എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ മലയാളം സ്പീക്കേഴ്സ് എന്ന ഈ സീരീസിലെ നാലാമത്തെ യൂണിറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും യൂണിറ്റുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. എം ഈസ് ആർ എന്നുള്ളതിൻ്റെ യൂസേജുകളാണ് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ മൂന്നാമത്തെ അധ്യായത്തിൽ എം ഈസ് ആർ പ്ലസ് ING ഫോം, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുകളെ കുറിച്ചാണ് വിശദീകരിച്ചിരുന്നത്. ഇനി നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അതിൻ്റെ ചോദ്യരൂപങ്ങളാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ആർ യു ഡൂയിങ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നർത്ഥത്തിൽ ആണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആർ എന്നുള്ളത് ആദ്യം ഉപയോഗിക്കുമ്പോൾ ചോദ്യമാകുന്നു എന്നുള്ളത് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആദ്യം ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു മേശക്കടിയിൽ ഒരാളിരിക്കുന്നു. അപ്പോൾ ഒരു ലേഡി ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ ആദ്യം പഠിച്ചത് ഐ ആം ഡൂയിങ്, മൂന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത് ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ഡൂയിങ്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഡൂയിങ്, അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഡൂയിങ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥത്തിൽ. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം ആം വരുമ്പോൾ അതൊരു പ്രസ്താവനാ രൂപമാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഈ ആം ഈസ് ആർ എന്നുള്ളത് അത് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായി പഠിച്ചതാണ്. ആദ്യം കൊണ്ടുവരുന്നു. ഓക്കെ, ആമിനെയും ഈസിനെയും ആറിനെയും ആദ്യം കൊണ്ടുവരുമ്പോൾ അത് ചോദ്യമാകുന്നു. ഇപ്പോൾ ആം ഐ ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ആം ഐ വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ആം ഐ ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ. ആം ഐ സ്റ്റേയിങ്, ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നർത്ഥം. അത് ഈസ് ഹി ആണെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ഈസ് ഷീ ആണെങ്കിൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ആർ ആണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ. വി യു ദേ, ഈ മൂന്നിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർത്ഥം. അപ്പോൾ ആമിൻ്റെയും ഈസിൻ്റെയും ആറിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഐ വരുമ്പോൾ ആം ഉപയോഗിക്കുന്നു, ഏകവചനങ്ങൾ വരുമ്പോൾ ഈസ് ഉപയോഗിക്കുന്നു, ബഹുവചനങ്ങൾ വരുമ്പോൾ ആർ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലായിട്ട് പഠിച്ചിട്ടുള്ളത്. ഈ പാറ്റേൺ ശ്രദ്ധിക്കണം. സബ്ജക്റ്റിന് മുമ്പ് വരുമ്പോൾ ഇത് ചോദ്യമാകുന്നു എന്നുള്ള പാറ്റേൺ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി കുറച്ച് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആർ യു ഫീലിംഗ് ഓക്കെ, ആർ യു ഫീലിംഗ് ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ള അർത്ഥത്തിൽ, നിങ്ങൾ ഫീലിംഗ് ഓക്കെ ആണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. യെസ് ഐ ആം ഫൈൻ, താങ്ക് യു. ഈസ് ഇറ്റ് റൈനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ. ഓക്കെ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാധ്യം വന്നത് കൊണ്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നർത്ഥം വരുന്നത്. അത് ഇറ്റ് ഈസ് റൈനിങ് എന്നാണെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം വരും. മലയാളത്തിൽ നമ്മൾ ചെയ്യുകയാണ് എന്നുള്ളത് ആണോ എന്നാക്കിയാൽ ചോദ്യമാകും. പക്ഷേ ഇംഗ്ലീഷിൽ പൊസിഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. സബ്ജക്റ്റിന് മുമ്പ് നമ്മൾ ആം ഈസ് ആർ ഉപയോഗിക്കുന്നു. ഈസ് ഇറ്റ് റൈനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ. യെസ്, ടേക്ക് എൻ അംബ്രല്ല, ഒരു കുട എടുത്തോളൂ എന്നർത്ഥത്തിൽ. വൈ ആർ യു വെയറിങ് എ കോട്ട്, ഇറ്റ്സ് നോട്ട് കോൾഡ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കോട്ട് ധരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തണുപ്പില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. വാട്ട്സ് പോൾ ഡൂയിങ്, പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ, അദ്ദേഹം ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്, കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ആർ വാച്ചിങ് ടെലിവിഷൻ, അവർ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലുക്ക് ദേർ സാലി, വേഴ്സ് ഷീ ഗോയിങ്, നോക്ക് അതാ സാലി, അവളെ എങ്ങോട്ടാണ് പോകുന്നത്. വേഴ്സ് ഷീ ഗോയിങ്, എങ്ങോട്ടാണ് പോകുന്നത്. ഹു ആർ യു വെയിറ്റിംഗ് ഫോർ, ആരെയാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്. ആർ യു വെയിറ്റിംഗ് ഫോർ സ്യൂ, നിങ്ങൾ സ്യൂനെ കാത്തു നിൽക്കുകയാണോ എന്നർത്ഥത്തിൽ. ഇത് നോക്കൂ, സ്റ്റഡി ദ വേർഡ് ഓർഡർ, ഈ വേർഡ് ഓർഡർ നിങ്ങളൊന്ന് കൃത്യമായി പഠിക്കണം. ആദ്യം ഉപയോഗിക്കുന്നത് ഈസ് ആം ആർ പോലെയുള്ള വാക്കുകൾ, അതിനുശേഷം സബ്ജക്റ്റ് പ്ലസ് ING, എങ്കിൽ മാത്രമാണ് അതൊരു ചോദ്യരൂപം ആവുകയുള്ളൂ. നേരെ മറിച്ച് സബ്ജക്റ്റിന് ശേഷമാണ് ഈസ് ആം ആർ എന്ന് വരുന്നതെങ്കിൽ അത് ചോദ്യരൂപം ആവുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈസ് ഹി വർക്കിംഗ് ടുഡേ, അവൻ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുകയാണോ. ഈസ് പോൾ വർക്കിംഗ് ടുഡേ, പോൾ ഇന്ന് വർക്ക് ചെയ്യുകയാണോ. നോട്ട് ഈസ് വർക്കിംഗ് പോൾ ടുഡേ എന്ന് പറയില്ല. ഓക്കെ, ഈസ് പോൾ, അങ്ങനെ തന്നെ ഈസ് വരണം, അത് കഴിഞ്ഞിട്ട് പോൾ വരണം, അത് കഴിഞ്ഞിട്ടാണ് വെർബ് വരേണ്ടത്. അല്ലാതെ ഈസ് കഴിഞ്ഞിട്ട് വെർബ് വന്നാൽ അത് തെറ്റാണ് എന്നാണ് അർത്ഥം. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ആം ഈസ് ആർ പോലെയുള്ള ഓക്സിലറികൾക്ക് മുമ്പ് നമ്മൾ വേർ ഉപയോഗിക്കുന്നു. വേർ ആർ ദി ഗോയിങ്, അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വേർ ആർ ദോസ് പീപ്പിൾ ഗോയിങ്, ആ ആളുകൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, വേർ ആർ ഗോയിങ് ദോസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വേർ കഴിഞ്ഞതിന് ശേഷം ഈ സാം ആർ വരണം, പിന്നെ സബ്ജക്റ്റ് വേണം, അപ്പോൾ മാത്രമാണ് അത് ചോദ്യരൂപം ആവുന്നുള്ളൂ. അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് നോക്കൂ. യെസ് ഐ ആം, ഓക്കെ, നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ കൃത്യമായി പഠിച്ചാണ്. യെസ് ഷീ ഈസ്, യെസ് യു ആർ എന്നിങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ നോ ഐ ആം നോട്ട്, നോ ഷീ ഈസ് നോട്ട്, നോ വി ആർ നോട്ട് എന്നിങ്ങനെ വരുന്നു. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി നോക്കൂ മറ്റു ഉദാഹരണങ്ങൾ. ആർ യു ഗോയിങ് നൗ, നിങ്ങളിപ്പോൾ പോവുകയാണോ. യെസ് ഐ ആം. ഈസ് പോൾ വർക്കിംഗ് ടുഡേ, ഇന്ന് പോൾ ജോലി ചെയ്യുകയാണോ. യെസ് ഹി ഈസ്. ഈസ് ഇറ്റ് റൈനിങ്, നോ ഇറ്റ്സ് ഇൻറ്റ്, മഴ പെയ്യുകയാണോ. ഇല്ല, മഴ പെയ്യുന്നില്ല. ആർ യുവർ ഫ്രണ്ട്സ് സ്റ്റേയിങ് അറ്റ് ഹോട്ടൽ, ഹോട്ടലിലാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് താമസിക്കുന്നത്. നോ ദേ ആർ ഇൻറ്റ്, ദേ ആർ സ്റ്റേയിങ് വിത്ത് മീ, അവരെൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നർത്ഥം വരുന്നു.
അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഐ ആം ഡൂയിങ് എന്നുള്ളത് 3ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഒന്നതാണ്. വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ എന്നുള്ളത് ചോദ്യരൂപമാണ്. അത് യൂണിറ്റ് 26 വരാനിരിക്കുന്ന പാഠങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 43 to 46 43 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ആർ യു ഡൂയിങ് എന്നുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന അർത്ഥത്തിൽ ഉള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആർ പ്ലസ് സബ്ജക്റ്റ്, അതായത് ആം ഈസ് ആർ, അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ വെർബിൻ്റെ ing ഫോമുകൾ. ചെയ്യുകയാണോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന അർത്ഥത്തിൽ. ഇനി ഇതിൻ്റെ എക്സസൈസുകളാണ് നോക്കാനുള്ളത്. 1ാമത്തെ എക്സസൈസ് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ 6 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6 ചിത്രങ്ങളിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണം. 1ാമത്തെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു വാച്ച് ഇറ്റ് എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർ യു വാച്ചിങ് ഇറ്റ് എന്നാണ് അവിടുത്തെ ചോദ്യം. നോ യു ക്യാൻ ടേൺ ഇറ്റ് ഓഫ്. ഒരാൾ TV കാണുന്ന ചിത്രം കൊടുത്തിരിക്കുകയാണ്, അത് ഓഫ് ചെയ്തോളൂ എന്ന് പറയുന്നു. ഇനി 2ാമത്തെ നോക്കൂ. യു ഗോ നൗ എന്ന് കൊടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഇറ്റ് റൈൻ എന്ന് കൊടുത്തിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഈ 4 6 ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കീ കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ഈ അധ്യായം ഒന്നുകൂടെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. 2ാമത്തെ എക്സസൈസ് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ്. യൂസ് വൺ ഓഫ് ദീസ്. ക്രൈ, ഈറ്റ്, ഗോ, ലോഫ്, ലുക്ക് അറ്റ്, റീഡ് എന്നിങ്ങനെ 6 ഫോമുകൾ കൊടുത്തിട്ടുണ്ട്, 6 വെർബുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത 6 വെർബുകളും ബന്ധപ്പെട്ട് 6 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ചോദ്യങ്ങളും ഉണ്ടായിരിക്കണം. 1ാമത്തത് വാട്ട് ആർ യു ഈറ്റിംഗ് എന്നുള്ള ഉദാഹരണം അവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, 2ാമത്തത് വേർ ഡാഷ് ഷീ ഡാഷ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇതിൽ നിന്ന് കൃത്യമായ ഒരു ആൻസർ ആണ്. ഓക്കെ, ക്രൈ, ഈറ്റ്, ഗോ, പിന്നെ ആം ഈസ് ആറിൻ്റെ കൃത്യമായ ഫോം ഏതാണോ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. 3ാമത്തത് ഒരാൾ ഭക്ഷണം എന്തോ കഴിക്കുന്ന ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. അപ്പോൾ വാട്ട് ഡാഷ് എന്നാണ് കൊടുത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാക്കുക. അങ്ങനെ ഈ 5 6 നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി 3ാമത്തെ എക്സസൈസ് നോക്കൂ. റൈറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് വേർഡ്സ്. യൂസ് ഈസ് ഓർ ആർ ആൻഡ് പുട്ട് ദ വേർഡ്സ് ഇൻ ഓർഡർ. ഓക്കെ, ഈസും ആറും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടാക്കുക. അത് അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ വർക്കിംഗ് പോൾ ടുഡേ, ഈസ് പോൾ വർക്കിംഗ് ടുഡേ എന്നുള്ളതാണ് അവിടെ ഉദാഹരണമായി കൊടുത്തിരിക്കുന്ന ചോദ്യം. അതേപോലെ വാട്ട് ഡൂയിങ് ദ ചിൽഡ്രൻ, വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്, അതാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ വരുന്നത്, പാറ്റേൺ വരുന്നത്. അതേപോലെ ഈ 8 നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യണം. ആൻസർ കീ ചെക്ക് ചെയ്താൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ബാക്കിലോട്ട് പോയി ഈ പാഠം ഒന്നുകൂടി കേൾക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 4ാമത്തെ എക്സസൈസ് നോക്കൂ. റൈറ്റ് ഷോർട്ട് ആൻസേഴ്സ്. യെസ് ഐ ആം, നോ ഹീസ് ഇൻ പോലത്തെയുള്ള ഷോർട്ട് ആൻസറുകൾ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നൽകണം എന്നതാണ്. ആർ യു വാച്ചിങ് TV? നോ ഐ ആം നോട്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഐ ആം നോട്ട് എന്നുള്ളത് വരുന്നു. ആൻഡ് ആർ യു വെയറിങ് എ വാച്ച്? അപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ, ഇല്ലെങ്കിൽ അതിൻ്റെ ആൻസർ. അങ്ങനെ ഈ 6ത്തിൻ്റെയും ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 4ാമത്തെ അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആർ യു ഡൂയിങ് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുകയാണോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി 5ാമത്തെ അധ്യായമാണ് നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് 5ാമത്തെ അധ്യായവുമായി കാണാം. അപ്പോൾ ഓരോ അധ്യായവും നിങ്ങൾ അതിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ പാഠങ്ങൾ വീണ്ടും പഠിക്കേണ്ടതുണ്ട് എന്ന് അർത്ഥം വരുന്നു. ഓക്കെ, കൂടുതൽ സംശയങ്ങൾ വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഇനി അടുത്ത പാഠവുമായി 5ാമത്തെ അധ്യായവുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.